എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏകദേശം 2023 തൊട്ട് മലയാള സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മമ്മൂക്കയുടെ ഗെയിം ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന ബസൂക്ക എന്ന സിനിമയ്ക്ക് വേണ്ടി. ആ ഒരു കാത്തിരിപ്പിന് നാളെ അവസാനം കുറിക്കുകയാണ്. ഡിനോഡിനസിന്റെ സംവിധാനത്തിൽ 2023 പ്രഖ്യാപിച്ച ഈ ഒരു സിനിമ പല ഘട്ടങ്ങളിലായിട്ട് ഷൂട്ടിംഗ് നടന്ന് ഓരോ അപ്ഡേറ്റിനും വേണ്ടിയും ആരാധകരെ ആവേശം കൊള്ളിപ്പിക്കുന്ന രീതിയിൽ കാത്തിരിപ്പിക്കുന്ന ലെവലിലേക്ക് എത്തിച്ച് നാളെ അതിനൊരു റിസൾട്ട് പുറത്തു വരികയാണ്. ബസൂക്ക എന്ന സിനിമ പ്രഖ്യാപിച്ച നാൾ മുതൽ തന്നെ ചിത്രത്തിന് ഒരു പ്രത്യേക ഹൈപ്പ് ഉണ്ട്. എന്നാൽ ചിത്രത്തിന്റെ റിലീസിനോട് അടുത്തപ്പോൾ മമ്മൂക്കയുടെ ചില ആരോഗ്യ പ്രശ്നം മൂലം മമ്മൂക്കക്ക് ചിത്രത്തിന്റെ പ്രൊമോഷനിന് വേണ്ടി ശ്രദ്ധ കൊടുക്കാൻ സാധിച്ചില്ല. എന്നാൽ പോലും ചിത്രത്തിന് ഇപ്പോഴും ഒരു ഫാൻ ബേസ് ഉണ്ട്. സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ഫാൻ ബേസിനെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു ആത്മവിശ്വാസമായിട്ടാണ് ചിത്രത്തിന്റെ പ്രിവ്യൂ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 40,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ബസൂക്കയുടെ ഈ കഴിഞ്ഞ സെൻസറിങ്ങിന് ശേഷം ചിത്രത്തിന് പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചെങ്കിൽ ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോ കഴിഞ്ഞപ്പോൾ ചിത്രത്തിന് വേറെ ലെവൽ ഹെവി പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. നിരവധി ട്വിസ്റ്റുകളും മമ്മൂട്ടി ആരാധകന നിലയിലും സിനിമാ പ്രേമി എന്ന നിലയിലും വാവു എന്ന് തോന്നിപ്പിക്കുന്ന ഒരുപിടി രംഗങ്ങളും നിറഞ്ഞ സിനിമയായിരിക്കും ബസൂക്ക എന്നത് തന്നെയാണ് പ്രിവ്യൂ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം ചിത്രത്തിലെ അണിയറ പ്രവർത്തകരിൽ നിന്നും, അതായത് ചിത്രത്തിലെ പ്രൊഡക്ഷനിൽ നിന്നും കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് പ്രകാരം രോമമൊക്കെ എണീച്ചു നിൽക്കുന്ന ഒരു വാവ് ഫാക്ടർ, അതായത് മമ്മൂക്കിയുടെ സെക്കൻഡ് ലുക്ക് ചിത്രത്തിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും തിയേറ്ററിൽ ആ കാണുന്ന സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് ലഭിക്കുകയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. നിലവിൽ ഏപ്രിൽ 10 രാവിലെ 9 മണിക്ക് തുടങ്ങുന്ന ഷോ കേരളത്തിൽ മാത്രം ബസൂക്ക എന്ന സിനിമ 300-ലധികം സ്ക്രീനുകളിലാണ് നാളെ റിലീസിനെത്തുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതൊരു മമ്മൂട്ടി സിനിമയാണ്. വലിയ പ്രൊമോഷനൊന്നും ആവശ്യമില്ല. ഒരു സിനിമക്കും മമ്മൂട്ടി എന്ന നടൻ വലിയ പ്രൊമോഷനും കൊടുക്കില്ല. പക്ഷെ ആ ഒരു ക്വാളിറ്റി ഏതൊരു സിനിമക്കും കിട്ടുന്നത് ഈ ഒരു കോവിഡ് കാലത്ത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷമുള്ള കാലഘട്ടത്തിലും നമ്മൾ കണ്ടതാണ്. അതെന്തായാലും ഒരു പുതുമുഖ സംവിധാനത്തിന്റെ കീഴിൽ മമ്മൂക്ക വീണ്ടും എത്തുമ്പോൾ ഈ ഒരു സിനിമയിലൂടെ കിട്ടുമോ തന്നെയാണ് ഏറെ പ്രേക്ഷകർ കരുതുന്നത്. ഇന്ന് മമ്മൂക്ക ഒരു ഒഫീഷ്യൽ ഫേസ്ബുക്കിലൂടെ ഒരു പോസ്റ്റ് ഇട്ടു. ആ ഒരു പോസ്റ്റിന് ശേഷം ചിത്രത്തിന്റെ ബുക്കിംഗ് കുതിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അത്രക്ക് ഹൈപ്പും അത്രക്ക് ക്വാളിറ്റിയും ഉള്ള ഒരു ഉറപ്പാണ് മമ്മൂക്കയുടെ പോസ്റ്റിൽ നിന്നും ഓരോ പ്രേക്ഷകനും ലഭിച്ചിരിക്കുന്നത്. എന്തായാലും വിഷു റിലീസായി എത്തുന്ന ഓരോ ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ വിജയിക്കട്ടെ തന്നെയാണ് നമ്മൾ ഇപ്പോഴും ആശംസിക്കുന്നത്. മലയാള സിനിമാ പ്രേമികൾക്ക് ഒരു പുത്തൻ ആശയങ്ങൾ കൊണ്ടും കണ്ടന്റുകൾ കൊണ്ടും ഓരോ പ്രേക്ഷകനെയും തൃപ്തി നേടുന്ന ഓരോ സിനിമകളാണ് നാളെ പുറത്തിറങ്ങുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.